എല്ലാവർക്കും സ്നേഹപൂർവ്വം ഷാമാൻ സീരിയലിലെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. എന്നാൽ അത് തന്നെ കാണിക്കുന്നത് നമ്മുടെ മുത്തശ്ശിയാണ്. മുത്തശ്ശി ഇങ്ങനെ രാധിക അടിക്കാനായിട്ട് ഇങ്ങനെ അടിക്കാൻ പോകുന്നതല്ല, രാധിക അടിക്കുന്നുണ്ട്. അപ്പോൾ യശോദ വന്നിട്ട് എന്താ ഇവിടെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഏതോ ഒരാൾ ഇവിടെ വീണ്ടും കാണാമെന്നിരിക്കുക. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നീ അവളെ കൂടാമെന്ന്. ഇപ്പോൾ നേരിട്ട് കണ്ടില്ലേ നീ. അപ്പോൾ യശോദ പറയുന്നുണ്ട് എന്തൊക്കെയാണ് അമ്മയെ പറയുന്നത് ഇങ്ങനെ പറയുമ്പോൾ എന്താ മുത്തശ്ശി ഇങ്ങനെ വീണ്ടും ഓരോന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ രാധിക യശോദ ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. മുത്തശ്ശി അവളെ തല്ലി എന്നിട്ടും രാധിക ഒന്നും പറയുന്നില്ല. മുത്തശ്ശി അവളെ തല്ലി എന്നിട്ട് യശോദ ഒന്നും പറയാനിങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് രാധിക യശോദയോട് ചെന്ന് പറയുന്നുണ്ട്, അമ്മേ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട് രാധിക ദേഷ്യം പിടിച്ച് രാധിക അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് നേരെ മുത്തശ്ശി യശോദയെ പൂജാമുറിയിലേക്ക് ഇങ്ങനെ വലിച്ചു കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, യശോദ സത്യം പറ, എന്താ നിൻ്റെ മനസ്സിലിങ്ങനെ അലട്ടുന്നത്? കുറേ ദിവസമായി ഞാൻ നിന്നെ ശ്രദ്ധിക്കുന്നു. അന്നൊക്കെ നീ പറഞ്ഞു ഒന്നുമില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. നീ ഇപ്പോൾ മര്യാദക്ക് കാരണം പറഞ്ഞു. എന്താ നിൻ്റെ ആ പുഞ്ഞാര മോള് ചെയ്ത് പറ യശോദ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. സത്യം പറ യശോദ, നിനക്ക് എന്താ പറ്റിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, യശോദ പറയുന്നുണ്ട്, അമ്മ എനിക്കൊന്നും പറ്റിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പറ യശോദ, നീ ദൈവത്തിന് മുമ്പ് വെച്ച് ഇങ്ങനെ നുണ പറയല്ലേ, ദൈവത്തിന് മുമ്പ് വെച്ച് നീ അവളെ സംരക്ഷിക്കുക, സത്യം പറ യശോദ എന്നിങ്ങനെ പറയുമ്പോൾ യശോദ പറയുന്നുണ്ട്, അത് പിന്നെ അന്ന് ഞാൻ ഒരു കാഴ്ച കണ്ടു. വരുണിൻ്റെയും രാധികയുടെയും പ്രിയങ്കയുടെയും ജീവിതത്തിൽ സംഭവിച്ചത് നമുക്ക് 3 പേർക്ക് മാത്രമേ അറിയാവൂ. എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായ കഥ ഫുള്ള് പറയുന്നുണ്ട്. അന്ന് രാധികയും വരുണും ആ പുഴയിൽ വരുണിങ്ങനെ രക്ഷിച്ച അങ്ങനെ യശോദ കണ്ട എല്ലാ കാര്യങ്ങളും മറ്റേ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി പറയുന്നുണ്ട്, ഇതിനെല്ലാത്തിലും ആകൊരു വഴിയുള്ളൂ, അവൾ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം. അപ്പോൾ യശോദ പറയുന്നുണ്ട്, അയ്യോ അതൊന്നും വേണ്ട അമ്മേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, വേണ്ട, ഇനി നീ ഒന്നും വിടരുത്, ഇനി ഒന്നും നോക്കാനില്ല, ദൈവം വരുന്നതിന് മുമ്പ് അവളെ ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാം എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് മുത്തശ്ശി രാധികയെ വിളിച്ചിട്ട് രാധികയുടെ റൂമിൽ പോയിട്ട് പറയുന്നുണ്ട്, നിനക്ക് എന്താ എടുക്കാനുള്ളതെന്ന് വെച്ചാൽ എടുത്തിട്ട് ഇപ്പം തന്നെ ഇവിടെ ഇറങ്ങിക്കോണം. അപ്പോൾ എന്താ പറയുക, യശോദ പറയുന്നുണ്ട്, എന്നോട് ഇറങ്ങിക്കോണം എന്നിങ്ങനെ മുത്തശ്ശി ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ രാധിക ഇങ്ങനെ എന്തൊക്കെയാണ് മുത്തശ്ശി ഇങ്ങനെ പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങാനാണ് എന്നോട് പറഞ്ഞത്, ഇറങ്ങടി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇങ്ങനെ മുത്തശ്ശി അവിടെ നിന്ന് രാധികയെ ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ യശോദയും വന്നിട്ട് രാധിക ഇങ്ങനെ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, അമ്മ എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടില്ലെന്ന് പറയാം അമ്മയെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അതിന് മാത്രം ഞാനൊന്നും ചെയ്തിട്ടില്ല, മിണ്ടരുത്, ഇനി നാട്ടുകാരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളൊന്നും ആക്ഷേപിക്കുന്ന വരത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി നേരെ രാധികയെ പിടിച്ച് തള്ളുന്ന സമയത്ത് നേരെ രാധികയെ പിടിച്ച് തള്ളി പുറത്തേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ രാധിക ഇങ്ങനെ വീഴുന്നുണ്ട്. അതേ സമയത്താണ് നാരായണ നമ്പൂതിരി വീഴുന്നുണ്ടോ. നാരായണ നമ്പൂതിരി എന്നിട്ട് എന്താ അമ്മയെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ടോ, അതേവാ ഇനി നീ ഒന്നും പറയണ്ടേ, ഇവിടെ നീ വീട്ടിൽ നിൽക്കാൻ പാടില്ല ഒന്ന് രണ്ടും പറഞ്ഞു തമ്മിൽ ചെറിയൊരു തർക്കമാവുന്നുണ്ട്. അതിന് ശേഷം നാരായണ നമ്പൂതിരി പറയുന്നുണ്ട്, ഇവളെ ഇവിടെ തന്നെ നിൽക്കണം, 2 മക്കളും എനിക്ക് ഒരേപോലെ മോളകത്തേക്ക് പോകാനാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതാക്കുമ്പോൾ രാധിക അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് പിന്നെ രാധിക അകത്തേക്ക് പോയതിന് ശേഷം നാരായണ നമ്മൾ ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയായി കാണിക്കുന്നത്? അവളും പ്രിയങ്ക നമുക്ക് ഒരുപോലെ തന്നെ അല്ലേ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെ വേർതിരിവൊക്കെ കാണിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, അവൾ ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, നാളെ അല്ലെങ്കിൽ ഇന്നലെ വേണ്ട നാളെ തന്നെ അവളോട് ഇറങ്ങണമെന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്നുണ്ട്, എന്നൊക്കെ കൂടി ആകൊരു വഴിയേ ഉള്ളൂ, രാധികയെ കല്യാണം കഴിപ്പിക്കുക, അത് മാത്രമാണ് ഇനി ഒരു വഴി. ഞാൻ അവളെ പെട്ടെന്ന് എങ്ങനെയാണ് കല്യാണം കഴിപ്പിച്ച് വിടാം, കല്യാണം കഴിപ്പിച്ച് വിടാം. അപ്പോൾ പിന്നെ അമ്മയ്ക്ക് അവളെ ഇങ്ങനെ ഇതാക്കണ്ടല്ലോ, അവൾക്കും ഈ ഒരു ദുർഗതി സഹിക്കേണ്ടി വരില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ നാരായണ നമ്പൂതിരി മുത്തശ്ശി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും ആ ശല്യം ഇവിടുന്ന് ഒഴിഞ്ഞു പോട്ടെ, നാളെ തന്നെ നീ ആരെല്ലാം കണ്ടുപിടിച്ച് വേഗം അവളെ ഒന്ന് കെട്ടിച്ചു വിടാം. ഇമ്മേനാണെങ്കിൽ അത്രയും സന്തോഷം, ശകുനം നാശം ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആ ശല്യം ഒന്ന് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഒഴിഞ്ഞു പോയേക്ക് കിട്ടുമല്ലോ എന്നിങ്ങനെ മുത്തശ്ശി പറയുമ്പോൾ നാരായണ നമ്പൂതിരി ശരി ഞാൻ നാളെ തന്നെ നോക്കാമെന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ യശോദ ചോദിക്കുന്നുണ്ടല്ലോ, ഇപ്പം തന്നെ വേണം, പിന്നെ അല്ലാതെ നിങ്ങൾക്ക് ആർക്കും ആളെ വേണ്ടല്ലോ, പിന്നെ എന്തിനാ വെറുതെ അവളെ എവിടെ ഇങ്ങനെ കാഴ്ചക്കാരി നിങ്ങളുടെ ചീത്തയും മടിയും കൊള്ളിപ്പിക്കാൻ അവളിങ്ങനെ നിർത്തിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ മുത്തശ്ശിയും യശോദയും തമ്മിലുള്ള സംഭാഷണമല്ല ചെറിയൊരു ഇത്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, കല്യാണത്തിൻ്റെ കാര്യം എടുത്ത് നീ പഠിക്കണം, നാളെ തന്നെ ഞാൻ ഏതെങ്കിലും ടെൻഷൻ സെറ്റാക്കിക്കോളാം, അല്ല മെയിൻ ഇത് വേറെ പ്രശ്നമാവും, അവളുടെ കഴുത്തിൽ വരും നീ മിണ്ടരുത്, ഇനി ഞാനെല്ലാം പോയി ശരിയാക്കിക്കോളാം എന്നൊക്കെയാണ് മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് നേരം വെളുത്തതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുത്തശ്ശി എന്നിട്ട് രാധികയോട് പറയുന്നുണ്ട്, പെട്ടെന്ന് കുളിച്ച് റെഡിയാവേ, എന്തിനാ മുത്തശ്ശിയെ ചോദിക്കുമ്പോൾ രാധിക എന്തിനാ മുത്തശ്ശി ഇപ്പം തന്നെ കുളിച്ച് റെഡിയാവുന്നതെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഒന്നും മിണ്ടുന്നില്ല. ഇതിനോട് ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി, കൂടുതൽ തർക്കത്തിനും ചോദ്യമൊന്നും ഇങ്ങോട്ട് വേണ്ട, പറഞ്ഞത് എന്താ അതങ്ങോട്ട് കേൾക്കുക, അത്രേ ഉള്ളൂ, നീ പോയി കുളിച്ച് റെഡിയായി വാ എന്നൊക്കെയാണ് പറയുന്നുണ്ട്.
അപ്പോഴത്തേക്ക് യശോദ ചോദിക്കുന്നുണ്ട്, എന്തിനാ അമ്മ ഇപ്പം തന്നെ കുളിച്ച് റെഡിയാകുമ്പോൾ എങ്ങോട്ടെങ്കിലും പോകാനുണ്ടോ, അതോ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഒരാവശ്യമുണ്ട്. അവളെ പെണ്ണാണ് ഒരു കൂട്ടർ വരുന്നുണ്ട്, അവർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവളോട് കുളിച്ചൊരുങ്ങി നിൽക്കാൻ പറഞ്ഞു. അല്ല അമ്മ ഇത്രയും പെട്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, നല്ല വീട്ടുകാരാണ്. സുഭദ്ര പറഞ്ഞത്, എന്തായാലും സുഭദ്രക്ക് നമ്മളെക്കുറിച്ച് അറിയാലോ, ഒരിക്കലും പൊട്ടി വീട്ടുകാരാവില്ല എൻ്റെ വിശ്വാസം എന്നൊക്കെയാണ് മുത്തശ്ശി പറഞ്ഞിട്ട് പിന്നെ മുത്തശ്ശി നാരായണ നമ്പൂതിരി കൂടി പുറത്തുനിന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറേ നേരം ആയാലും അമ്മ അവരെ കാണുന്നില്ലോ. നാരായണ നമ്പൂതിരി മുത്തശ്ശിയോട് ചോദിക്കും. മുത്തശ്ശി പറയുന്നുണ്ട്, ഇപ്പോൾ വരുമായിരിക്കും, ചിലപ്പോൾ വല്ല പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ഞാൻ പറയുമ്പോൾ ഒരു ടീം വരുന്നുണ്ട്. ഒരു ചെക്കൻ്റെ അച്ഛനും പിന്നെ ഒരു ബ്രോക്കറുമാണ് വരുന്നത്. അവർ വന്നിട്ട് എന്താ ലേറ്റ്, ഞങ്ങൾ കുറച്ച് ലേറ്റായി, വണ്ടി കുറച്ച് കേടായിപ്പോയി, വണ്ടി നിന്ന് പോയപ്പോൾ ഡ്രൈവറെ വിളിച്ചിട്ട് ആ വണ്ടി കൊണ്ടതിന് ശേഷം ഡ്രൈവറെ വിളിച്ചിട്ട് വണ്ടി ശരിയാക്കിപ്പിച്ചാണ്, അതാണ് കുറച്ച് ലേറ്റ് ആയത്, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ എന്ന് ബ്രോക്കർ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, സത്യത്തിൽ കുഴപ്പമൊന്നുമില്ല, സാരമില്ല. അതൊന്നും സാരമില്ല, ഇപ്പം എന്തായാലും നേരത്തിന് ഇനിയിപ്പോൾ നിങ്ങളെന്തെല്ലാം അകത്തേക്ക് വന്നായിരുന്നു നമ്പൂതിരി അവിടെ പറയുമ്പോൾ എന്നാൽ ശരി ഞങ്ങൾ അകത്തേക്ക് കയറാമെന്ന് അവരിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ചായ എടുക്കാമെന്നങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എന്താ പറയുക, നാരായണ നമ്പൂതിരി ചോദിക്കുന്നുണ്ട്, മോനെന്താ അവിടെ ജോലി എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ കാനഡയിലാണ് പറയുമ്പോൾ ബ്രോക്കർ പറയുന്നുണ്ട്, കാനഡയിൽ വലിയൊരു കമ്പനിയാണ്, സെക്കൻഡ് പറഞ്ഞാൽ അവിടെ 500-600 പേരോളം സ്റ്റാഫുകളൊക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നാരായണ നമ്പൂതിരി എന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ പറയുമ്പോഴും ഇവർക്കും മുത്തശ്ശിക്കും ചെറിയൊരു കളലക്ഷണമുണ്ട്. മുത്തശ്ശി ഭയങ്കരമായി അങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവർക്കിടയിൽ ചെറിയൊരു കളലക്ഷണം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ രാധിക വിളിച്ചോളാൻ പറയുമ്പോൾ ഇങ്ങനെ രാധിക ഇങ്ങനെ ചായയും കൊണ്ട് വരുന്നത്, യശോദ ഇങ്ങനെ പലഹാരം കൊണ്ട് വരുന്നത്. ഈ ബദലിൽ ഷാമൻസറിൻ്റെ പുതിയൊരു റിവ്യൂ അവസാനിക്കുന്നത്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു പുതിയ എപ്പിസോഡുമായി വരുന്നവരേക്കും ബൈ.